ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 43ാമത്തെ ദശകം തൃണാവർത്ത വധമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി. അപ്പോൾ നമുക്കിന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോടും ഗാഢാതിരൂഢഗരിമാണമപാരയന്തി മാതാനിദായ ശയനേ കിമിദം ബതേതി ധ്യായന്ത്യചേഷ്ടദ ഗൃഹേഷു നിവിഷ്ടശങ്കാ താവദ്വിദൂരമുപകർണിതഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശാ വാത്യാവപു സകില ദൈത്യവരസ്തൃണാവർത്താക്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉദ്ദാമപാംസു തിമിരാഹദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ താവത്സദാനവവരോപി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേക സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യദായധ ഭവജ്ജനനീനിനാദ രോതോപകർണനവശാതുപഗമ്യ ഗേഹം ക്രന്ദത്സു നന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വകില മുക്തികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ചതി പപാതവിയത് പ്രദേശാത്. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. രോദാകുലാസ്തദനുഗോപഗണാ ബഹിഷ്ടപാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിബതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. ഒന്നുകൂടി ചൊല്ലാം. രോദാകുലാസ്തദനുഗോപഗണാ ബഹിഷ്ടപാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിബതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. ഒരു ദിവസം യശോദാമ്മയ്ക്ക് കണ്ണനെ ഇങ്ങനെ മടിയിലിരുത്തുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ലാതെ കണ്ട് ഭാരം കൂടിയതായിട്ട് തോന്നി. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുന്നതിൻ്റെ തുടക്കമാണോ ഇത്, എന്തെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ആ അമ്മയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. പിന്നെ ആ കുഞ്ഞിനെ ഉണ്ണിക്കണ്ണനെ മെത്തയിൽ കിടത്തിയിട്ട് വീട്ടുജോലികളിൽ തിരക്കിലാവുകയും ചെയ്തു. ആ സമയത്ത് ദൂരെ നിന്നും ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ഒരു കാറ്റിൻ്റെ രൂപത്തിൽ തൃണാവർത്തൻ എന്ന അസുരൻ വരികയാണ്. അങ്ങനെ വന്ന് ഈ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ, ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, എല്ലാവരുടെയും ഹൃദയഹാരിയായിട്ടുള്ള ആ കണ്ണനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. എല്ലാവരുടെയും ഹൃദയം കവരുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ ആ അസുരൻ വന്ന് കവർന്നു കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് യശോദാമ്മ അവിടെ നിന്ന് എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന് എന്ന് പറഞ്ഞിങ്ങനെ ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് മെത്തയിൽ ശ്രീകൃഷ്ണനെ കാണാനുമില്ല. അപ്പോൾ ആ അമ്മ കരയാൻ തുടങ്ങി. വളരെ വിഷമമായി നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ അവിടെ തൃണാവർത്തനാവട്ടെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെ എടുത്തു കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ഭാരം താങ്ങാൻ കഴിയുന്നില്ല. അതിശക്തനാണ് തൃണാവർത്തൻ എന്ന അസുരൻ. പക്ഷേ അവന് കണ്ണൻ്റെ ഭാരം താങ്ങാൻ കഴിയുന്നില്ല.
അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മോക്ഷം നൽകുന്ന ഗുരുവായൂരപ്പനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു അവൻ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാനെ മോചിപ്പിക്കാൻ നോക്കി തൃണാവർത്തൻ, പക്ഷെ നടന്നില്ല. അങ്ങനെ അവൻ്റെ ചേഷ്ടകളൊക്കെ നിന്നു എന്നാ പറയുന്നത്. ഈ കാറ്റിൻ്റെ രൂപത്തിലാണല്ലോ വന്നത്. ആ കാറ്റും ആ പൊടിപടലും ഒക്കെ അവിടെ നിന്നു. അങ്ങനെ നിന്ന സമയത്ത് പിന്നെ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ അസുരൻ ഭഗവാനെ വിട്ട് നിലം പതിച്ചു. അപ്പോൾ എങ്ങും ഈ ബഹളവും കാര്യങ്ങളൊക്കെ അടങ്ങിയപ്പോൾ യശോദാമ്മയുടെ കരച്ചിൽ മാത്രം കേൾക്കാനായി. അത്രയുമാണ് 5-ാമത്തെ ശ്ലോകം വരെ വിവരിച്ചത്. ഇനി 6-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് എന്ന് നോക്കാം. 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെ യശോദാമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും കൂടി ഓടി വരികയാണ്. അപ്പോഴാണ് അവർ ആ വാർത്ത അറിയുന്നത്, കണ്ണനെ ഇങ്ങനെ കാറ്റ് വന്ന് കൊണ്ടുപോയി എന്നുള്ളത്. അത് കേട്ടതും എല്ലാവരും കൂടി കരയാൻ തുടങ്ങി. കൂട്ടക്കരച്ചിലായി അവിടെ. കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ട പുത്രനാണ് കണ്ണൻ. അപ്പോൾ കണ്ണനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എല്ലാവരും കിടന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പുറത്ത്, ഇവർ ഈ വീടിൻ്റെ പുറത്ത് ഒരു പാറപ്പുറത്ത് വന്ന് ഈ അസുരൻ വന്ന് നിലം പതിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് ആ കാഴ്ച കാണാനായിട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അസുരൻ്റെ നെഞ്ചിലിരുന്നിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കളിക്കുകയാണ്. യാതൊരു തരം മുറിവോ കാര്യങ്ങളോ ഒരു കേടുപാടുകളും ആ ഉണ്ണിക്ക് സംഭവിച്ചിട്ടില്ല. ചിരിച്ച് കളിച്ചിങ്ങനെ ആ അസുരൻ്റെ നെഞ്ചത്തിരിക്കുക. അസുരനെ ഒന്നും അറിയാതെ നിഗ്രഹിച്ചിട്ട് ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞിനെ പോലെ ഭഗവാൻ ഇങ്ങനെ ആ അസുരൻ്റെ നെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ്. ഇത് അത്ഭുതം എന്നല്ലാതെ എന്താണ് ഇതിനെ പറയുക എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ 6-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യശോദാമ്മയുടെ അടുത്ത് നിന്നും കണ്ണനെ ഇങ്ങനെ കാറ്റ് വന്ന് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഗോപന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കരയാൻ തുടങ്ങി. ഈ കരച്ചിലിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക് വെച്ചാണ് അവർ ദൂരെ പാറപ്പുറത്ത്, അവരെ വീടിന് പുറത്ത് പാറപ്പുറത്ത് വന്ന് ഈ അസുരൻ വന്ന് നിലം പതിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കണ്ട് എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ അസുരൻ്റെ നെഞ്ചിലിരുന്ന് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നന്ദകുമാരൻ. ഭഗവാന് ഒന്നും സംഭവിച്ചിട്ടില്ല, ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതിനെ അത്ഭുതം എന്നല്ലാതെ എന്താണ് പറയുക എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. प्रपादपरिपिष्टगरिष्टदेहभ्रष्टासु दुष्टदनुजोपरि दृष्टहासम् आज्ञानमम्बुजकरेण भवन्दमेत्य गोपादधुर्गिरिवरादिवनीलरत्नम्. ഒന്നുകൂടി ചൊല്ലാം. प्रपादपरिपिष्टगरिष्टदेहभ्रष्टासु दुष्टदनुजोपरि दृष्टहासम् आज्ञानमम्बुजकरेण भवन्दमेत्य गोपादधुर्गिरिवरादिवनीलरत्नम्. 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ അസുരൻ പാറപ്പുറത്ത് വന്ന് വീണു. അത്ര ഉയരത്തിൽ നിന്ന് വീണത് കൊണ്ട് ആ അസുരൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ചതഞ്ഞിരുന്നു. ശരീരത്തിൽ നിന്നും ജീവൻ വേർപെട്ടു പോവുകയും ചെയ്തു. അസുരൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ആ അസുരൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് കളിക്കുകയാണ് ഇങ്ങനെ കണ്ണൻ. അപ്പോൾ ഇവിടെ പറയുകയാണ് ഭട്ടതിരിപ്പാട്, താമരപ്പൂ പോലെ മൃദുലമായിട്ടുള്ള ആ കുഞ്ഞി കൈകൾ കൊണ്ട് ഇങ്ങനെ അസുരൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ഇടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അസുരൻ മരിച്ചു കഴിഞ്ഞു, പക്ഷേ കണ്ണൻ ഇങ്ങനെ ആ ശരീരത്തിൽ ഇങ്ങനെ ഇടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ, കാണുന്നവർക്കൊക്കെ പേടിയാണല്ലോ. കാരണം ഇത്രയും ഭീമാകാരനായ, പർവ്വതം പോലെയുള്ളതാണെന്നാണ് പറയുന്നത്. അത്രയും ഭീമാകാരനായിട്ടുള്ള അസുരൻ്റെ നെഞ്ചിൽ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് കളിക്കുകയാണ് ആ ഉണ്ണി. അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നിട്ട് ഭഗവാനെ ആ അസുരൻ്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിനെ ഇവിടെ ഭട്ടതിരിപ്പാട് ഉപമിക്കുന്നത് വലിയൊരു പർവ്വതത്തിൻ്റെ മേലെ നിന്നും ഒരു നീലരത്നം എടുക്കുന്നത് പോലെ, ഒരു നീലക്കല്ല് എടുക്കുന്നത് പോലെ ഭഗവാനെ ആ ഗോപന്മാർ ഇങ്ങനെ ചേർന്ന് എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആ ശരീരത്തിൽ നിന്നും അവരെ എടുത്തു എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ 7-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ആ ഭീമാകാരനായിട്ടുള്ള അസുരൻ, പർവ്വതം കണക്കെയാണ് ആ അസുരൻ്റെ ശരീരം ഇരിക്കുന്നത്. ആ അസുരൻ ഇങ്ങനെ പാറപ്പുറത്ത് വന്ന് വീണപ്പോൾ ചതഞ്ഞ ദേഹമായിരുന്നു. ആ ദേഹത്തിൽ നിന്നും പ്രാണൻ വേർപെട്ടു പോയിരുന്നു. ഭഗവാൻ ആ അസുരൻ്റെ മാറിലിരുന്നിട്ട് താമരപ്പൂ പോലെ മൃദുലമായിട്ടുള്ള കൈകൾ കൊണ്ടിങ്ങനെ ഇടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കണ്ണനെ വന്ന്
ഗോപന്മാർ എല്ലാവരും കൂടി ചേർന്ന് എടുത്തു. അപ്പോൾ അതിനെ ഭട്ടതിരിപ്പാട് ഇവിടെ ഉപമിക്കുന്നത് ഒരു പാറയുടെ മേലെ നിന്നും അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൻ്റെ മേലെ നിന്നും ഒരു നീലരത്നം അടർത്തി എടുക്കുന്നത് പോലെ ഭഗവാനെ എടുത്തു. ആ നീലരത്നം പോലെ ശോഭയുള്ളവനും പ്രകാശിക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് സാരം. അങ്ങനെ എടുത്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. एकैकमाशु परिगृह्य निकामनन्दनन्दादिगोपपरिरब्धविचुम्बिताङ्गम् आदातु कामपरिशङ्कितगोपनारीहस्ताम्बुजप्रपतितं प्रणुमो भवन्दम्. ഒന്നുകൂടി ചൊല്ലാം. एकैकमाशु परिगृह्य निकामनन्दनन्दातिगोपपरिरब्धविचुम्बिताङ्गम् आदातु कामपरिशङ्कितगोपनारीहस्ताम्बुजप्रपतितं प्रणुमो भवन्दम्. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ നീലരത്നം പോലെ ഭഗവാൻ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞല്ലോ. എടുത്തതിന് ശേഷം ആ ഗോപന്മാരുടെ മനസ്സിങ്ങനെ വികാരങ്ങളുടെ വേലിയേറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്ര സമയം അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണൻ എന്ത് പറ്റി, കണ്ണനെ കൊണ്ടുപോയി കാറ്റ് എന്നൊക്കെ പറഞ്ഞ് ആകെ ഭയന്ന് പരിഭ്രാന്തരായി സങ്കടത്തോടെ കരഞ്ഞും നിലവിളിച്ചും ഒക്കെ ഇരിക്കുകയായിരുന്നു. അവരുടെ മുമ്പിലേക്കാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ മനോഹരമായിട്ടുള്ള രൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഗോപന്മാർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാവാതെ കണ്ണനെ എടുത്ത് കണ്ണൻ്റെ ഓരോ അംഗങ്ങളും ചുംബിച്ചു എന്നാണ് പറയുന്നത്. നന്ദനും ഗോപന്മാരും ഒക്കെ കൂടെ ചേർന്ന് ഓരോ അവയവവും കണ്ണൻ്റെ ചുംബിച്ചു. കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, ഉണ്ണിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് കണ്ട് സന്തോഷമായി. അത്ര നേരം വിഷമിച്ചിരുന്നവരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ആനന്ദമായി കണ്ണനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ. പിന്നെ ആ പൂമീനിയും ആ പുഞ്ചിരിച്ച മുഖമൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് അതിനും അപ്പുറമാണ്. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ അവരിങ്ങനെ ഓരോ അംഗങ്ങളിലും മാറി മാറി ചുംബിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ എടുക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകളുടെ ഗോപസ്ത്രീകളുടെയൊക്കെ മുഖം കാണുമ്പോൾ അറിയുമല്ലോ, നമുക്കിപ്പോൾ കുഞ്ഞിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും, ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ എടുക്കാൻ ആഗ്രഹമുള്ള ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഓരോ കയ്യിൽ നിന്ന് ഓരോ കയ്യിലേക്ക് ഇങ്ങനെ ചാടി വീഴായിരുന്നു കണ്ണൻ. എന്നെ കൊഞ്ചിക്കോളൂ, എന്നെ ഓമനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി വീഴായിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഉണ്ണിക്കണ്ണനെ തിരിച്ചു കിട്ടിയ സമയത്ത് ആ ഗോപന്മാർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഉണ്ടായി. അത്ര നേരം ഉണ്ടായിരുന്ന ആ വിഷമമൊക്കെ മാറി അത് സന്തോഷത്തിലേക്ക് വന്നു. ആ സന്തോഷം അവർക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ ആനന്ദാശ്രുവുണ്ട്. കണ്ണനെ എടുത്ത് കണ്ണൻ്റെ ഓരോ അംഗങ്ങളിലും ഇങ്ങനെ മാറി മാറി ചുംബിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ ഓമനിക്കാൻ, ഒന്ന് കയ്യിലെടുക്കണം, ഒന്ന് ലാളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഗോപസ്ത്രീകളുടെ കയ്യിലേക്ക് ചാടി വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. ഭൂയോപി കിം नु कृणुम प्रणतार्तिहारी गोविन्द एव परिपालयतात्सुतं न इत्यातिमातरपितृप्रमुखैस्तदानीं सम्प्रार्थितस्त्वदवनाय विभो त्वमेव. ഒന്നുകൂടി ചൊല്ലാം. ഭൂയോപി കിം नु कृणुम प्रणतार्तिहारी गोविन्द एव परिपालयतात्सुतं न इत्यातिमातरपितृप्रमुखैस्तदानीं सम्प्रार्थितस्त्वदवनाय विभो त्वमेव. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരുടെയും ഗോപവനിതകളുടെയും ഒക്കെ മനസ്സിലുള്ള ആശങ്കയാണ്. കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ദുഃഖത്തിനുള്ള കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പറയാണ്, നന്ദഗോപനും യശോദയും
അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരും ഗോപവനിതകളും എല്ലാവരും കൂടി ചേർന്ന് പറയാണ്, ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഗോവിന്ദൻ തന്നെ നമ്മുടെ മകനെ രക്ഷിച്ച് പരിപാലിക്കട്ടെ. ആ പറയുന്ന അമ്പാടി മുഴുവനും ഈ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരോട്? കണ്ണനോട് തന്നെ, ഭഗവാനോട് തന്നെ ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, അമ്പാടിയിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് ആ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിൽ ആശങ്കയുണ്ട്. വെറുതെ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പൂതന വന്നു, പിന്നെ ശകടാസുരൻ വന്നു, ഇപ്പോൾ ഇതാ തൃണാവർത്തനം വന്നു. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ആ കുഞ്ഞിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ എല്ലാവർക്കും പേടി ഉണ്ടാവും അല്ലേ? ഭഗവാനാണ് അതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ മകനാണ് എന്നാണ് നന്ദഗോപർക്കും യശോദയ്ക്കും തോന്നുന്നത്. പുത്രൻ ഭഗവാനാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ അപകടങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഭഗവാൻ രക്ഷപ്പെട്ടു വരുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. വാത്സല്യം കൊണ്ട്, അമിതമായിട്ടുള്ള ആ വാത്സല്യവും സ്നേഹവും കൊണ്ട് ഇങ്ങനെയൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പറയുകയാണ്, എല്ലാവരുടെയും ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ആ ഗോവിന്ദൻ തന്നെ നമ്മുടെ മകനെ രക്ഷിക്കട്ടെ, ഉണ്ണിക്കണ്ണനെ രക്ഷിക്കട്ടെ എന്ന്. അതായത് ഭഗവാനെ രക്ഷിക്കാൻ ഭഗവാനോട് തന്നെ പറയുന്നു എന്ന് സാരം. അപ്പോൾ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എന്താണ് ഇങ്ങനെ അടിക്കടി ദുഃഖം ഉണ്ടാവുന്നത്, അടിക്കടി ആപത്തുകൾ ഉണ്ടാക്കുന്നത് എന്ന ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഭഗവാനോട് തന്നെ ഭഗവാനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. വാതാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാതോദ്ഭവാൻ മമ ഗതാൻ കിമുനോ ദുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്തയേ ത്വാം. ഒന്നുകൂടി ചൊല്ലാം. വാതാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാതോദ്ഭവാൻ മമ ഗതാൻ കിമുനോ ദുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്തയേ ത്വാം. 10ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് തൻ്റെ സങ്കടം പറയുകയാണ് ഭഗവാനോട്. എന്താണ് പറയുന്നതെന്നോ? കാറ്റിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ ഭഗവാൻ വധിച്ചു. എൻ്റെ വാതരോഗത്തെ ശമിപ്പിക്കാനാണോ അങ്ങയ്ക്ക് പ്രയാസം? അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്നോട് ദയയില്ല എന്നാണോ ഞാൻ കരുതേണ്ടത്? അപ്പോൾ എൻ്റെ രോഗം മാറുന്നത് വരെ, എനിക്ക് ശാന്തി കിട്ടുന്നത് വരെ ഞാൻ ഈ പ്രാർത്ഥന തുടരുക തന്നെ ചെയ്യും. ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. ഭഗവാനല്ലാതെ വേറൊരു ആശ്രയം എനിക്കില്ല എന്ന് അർത്ഥം. അപ്പോൾ അത്രയേ ഉള്ളൂ 10ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ്, ഇങ്ങനെ കാറ്റിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ, അല്ലെങ്കിൽ കാറ്റായി വന്ന അസുരനെ നിമിഷ നേരം കൊണ്ട് അങ്ങ് വധിച്ചു. അങ്ങനെയുള്ള അങ്ങേക്കാണോ എൻ്റെ വാതരോഗം മാറ്റിത്തരാൻ ഇത്രയും ബുദ്ധിമുട്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങത് ചെയ്യാത്തത്? എന്നോട് കരുണയില്ലാത്തത് കൊണ്ടാണോ? ഞാനപ്പോൾ വീണ്ടും വീണ്ടും എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഭഗവാൻ അല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. रोदाकुलास्तदनुगोपगणा बहिष्टपाषाणपृष्ठभुवि देहमतिस्तविष्टं प्रैक्षन्दहन्दनिपतन्दममुष्य वक्षस्य क्षीणमेव च भवन्दमलं हसन्दम् ग्रावप्रपातपरिपिष्टगरिष्ठदेहभ्रष्टासु दुष्टदनुजोपरि दृष्टहासम् आज्ञानमम्भुजकरेण भवन्धमेत्य गोपाददुर्गिरिवरादिवनीलरत्नम् एकैकमाशु परिगृह्य निकामनन्दनन्दादिगोप परिरब्धविचुम्बिताङ्गम् आदातु कामपरिशङ्कितगोपनारी हस्ताम्बुज प्रपतितं प्रणुमो भवन्दम्
ഭൂയോപി കിം नु കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയതാത്സുതം ന ഇത്യാദി മാതര പിതൃപ്രമുഖൈസ്തധാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ ആതാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗതാൻ കിമുനോ ദുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്തയേ ത്വാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 43ാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. കുറച്ചായിട്ട് പരിപാടിയുടെ ഒരു തിരക്കിലാണ്. നവരാത്രി വരികയാണല്ലോ, അപ്പോൾ 2 അമ്പലത്തിൽ പരിപാടി ഉണ്ട് ഇത്തവണ. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും ദിവസവും വീട്ടിൽ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കമൻറ്റുകളെല്ലാം സമയത്തിന് വായിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വേഗം ഇടയ്ക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് വേഗം ഞാൻ കമൻറ്റുകൾ നോക്കാം. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഞാൻ എന്തായാലും വായിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ 44ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.